ഇവിടുത്തെ മലയാളിക്ക് എന്തായാലും കണക്റ്റ് ആയില്ല. നമുക്ക് ഇതിനെക്കാട്ടിയും വളരെ മികച്ച നല്ല നല്ല കോമഡി സിനിമകൾ കിട്ടുന്നുണ്ട്. കുറേ കോമഡിയൊക്കെ ഏതൊക്കെയോ ഭാഷകളിലെ പല സിറ്റുവേഷൻ കോമഡി എല്ലാം കൂടെ കോപ്പി ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഇക്ലിയാക്കിയ ചിരിക്കുന്ന എന്നുള്ള ആ ടൈപ്പൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ പഴയ കോമഡിയൊക്കെ ഉണ്ട്, പിന്നെ ഇത്തിരി ഓവറായിട്ടൊന്നും തോന്നിയില്ല. बहुत अच्छा था, सुपर. थोड़ा ये कॉमेडी अच्छा था, लेकिन वो जो डांस वगैरह था थोड़ा अच्छा नहीं था, उतना अच्छा नहीं था, लेकिन कॉमेडी बहुत अच्छा था और बहुत अच्छा हुआ. हाँ अच्छा है. കോമഡി ഉണ്ടായിരുന്നു, പഴയ കോമഡിയൊക്കെ ഉണ്ട്, പിന്നെ ഇത്തിരി ഓവറായിട്ടൊന്നും തോന്നിയില്ല. ഇതിപ്പോൾ ഒരു പാർട്ടല്ലേ ഉള്ളൂ ഇപ്പം, അപ്പോൾ അതിൻ്റെ അറിയത്തില്ല. फिल्म बहुत अच्छा है भाई, और हमारा बॉलीवुड के बहुत सारा हीरो है इस फिल्म में. कॉमेडी बहुत शुरू से ही अच्छा है और लास्ट तक कॉमेडी है, और हमारा बॉलीवुड का बहुत सारा हीरो है, हमको बहुत अच्छा लगा. डांस तो पहले जैसा नहीं था, कुछ इसमें नया था, हमको इस फिल्म में कुछ नया देखने को मिला. तो उसका तो मेन हीरो वही है. हाउसफुल 2 में बहुत बढ़िया था, इससे थोड़ा ज़्यादा कॉमेडी है, हाउसफुल 2 से ज़्यादा है, तो हमको बहुत अच्छा लगा. थैंक यू. നല്ല സിനിമയാണ്, ഒരു രസമുണ്ട്, കോമഡി ത്രില്ലറാണ്. പിന്നെ അതിൽ ക്രൈമും ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയൊക്കെ ഒരു തമാശയുടെ മേമ്പടിയോടുകൂടി കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മുടെ ഹിന്ദിയിലെ പല ജനറേഷനിലുള്ള താരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ പറ്റിയ ഇതാണ്. കുറേ കോമഡിയൊക്കെ ഏതൊക്കെയോ ഭാഷകളിലെ പല സിറ്റുവേഷൻ കോമഡി എല്ലാം കൂടെ കോപ്പി ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് കാണും. മലയാളത്തിൽ നമ്മൾ ചിരി ഉണ്ടാക്കുന്നുണ്ട്. കാരണം എൻ്റെ കൂടെ ഇരുന്ന ഏകദേശം പേര് ഹിന്ദിക്കാരാണ്. അവർക്ക് ചിലപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള കോമഡി ആയിട്ട് തോന്നുമായിരിക്കും. അവരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. നല്ല സിനിമയാണെന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് സിറ്റുവേഷൻ കോമഡിയാണ് അധികം. പിന്നെ അല്ലാത്ത വെർബലിലൊക്കെ കുറേ ഡബിൾ മീനിങ്ങും സംഭവങ്ങളൊക്കെ ഉള്ള കുറേ ഇതാണ്. ഒരു കണ്ടിരിക്കാം, മോശം പറയാനൊന്നുമില്ല. പിന്നെ ഹിന്ദി പ്രേക്ഷകരെങ്ങനെ എടുക്കുമെന്ന് അറിയാൻ പാടില്ല. വരുത്താം, അവർക്ക് 2 അല്ല 5 ക്ലൈമാക്സ് വേണമെങ്കിലും വരുത്താം. അങ്ങനത്തെ ഒരു കഥയാണ്. എത്ര ക്ലൈമാക്സ് വേണോ വരുത്താം, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആയിരിക്കും ഒരു ക്ലൈമാക്സാണ് ഞാൻ ഇപ്പോൾ എ പാർട്ടാണ് കണ്ടത്, ഇനി ബി ഉണ്ടെന്ന് പറയുന്നത്, അതിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം ക്ലൈമാക്സ്. അവർക്ക് ഹിന്ദിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ മസാലകളും എല്ലാ ചേരുവകളും എല്ലാം ചേർന്നിട്ടുണ്ട്. കുറേ ഉണ്ടല്ലോ ഹൗസ്ഫുളിൻ്റെ പഴയ പാർട്ട്, അതൊന്നും ഒട്ടും മോശമൊന്നുമല്ല. അതേപോലെ നല്ലൊരു എൻ്റർടൈനറാണെന്ന് വേണമെങ്കിൽ പറയാം. കോമിക് എൻ്റർടൈനർ. അത്യാവശ്യം മലയാളികൾ കുറവായിരുന്നു, പക്ഷേ ഹിന്ദിക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്നതുണ്ട്. അല്ല ഹൗസ്ഫുള്ളല്ല, ഒന്നാമത് ചെറിയ തിയേറ്ററായിരുന്നു. അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള തിയേറ്ററിലെ കാര്യം അറിയില്ല. ഈ പറഞ്ഞ പോലെ ഇനി 2 ഭാഗം ഉണ്ടല്ലോ, എയും ബി ഒന്നും പറഞ്ഞ ക്ലൈമാക്സ് ഉണ്ട്. ഇപ്പോൾ കണ്ടതേ ഇതിന് ഇനി മറ്റേതിൽ ഇനി എന്താണെന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ പാടില്ല. ഇവിടുത്തെ മലയാളിക്ക് എന്തായാലും കണക്റ്റ് ആയില്ല. നമുക്ക് ഇതിനെക്കാട്ടിയും വളരെ മികച്ച നല്ല നല്ല കോമഡി സിനിമകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത്ര ഇതായിട്ടൊന്നും തോന്നില്ല. നമുക്ക് ചിലപ്പോൾ ഇക്ലിയാക്കിയ ചിരിക്കുന്ന എന്നുള്ള ആ ടൈപ്പൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ രസിക്കുകയായിരിക്കാം. എന്ന് പറയാൻ ഹൗസിൻ്റെ അതിന് മുമ്പുള്ള പാർട്ടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇഷ്ടപ്പെടും. ഇത് കോമഡിയാണ്. മറ്റേത് പുള്ളിയുടെ ഈ ഇടയ്ക്കിറങ്ങിയൊക്കെ സീരിയസ് ആയിട്ടുള്ളതല്ലേ, അതിൽ വേണമെങ്കിൽ പെടുത്താം. പിന്നെ ഹൗസിൻ്റെ മുൻ പാർട്ടികളൊക്കെ പലതും സാമ്പത്തികമായിട്ട് വിജയമായിട്ടുള്ള സിനിമയല്ലേ, അതുപോലെ ചിലപ്പോൾ വിജയിച്ചേക്കാം.